രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വിധി അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അറസ്റ്റ് തടയുമോ അതല്ല അറസ്റ്റ് വേണ്ടിവരുമോ, എന്താണ് കോടതി അല്പസമയത്തിനകം പറയാൻ പോകുന്നതെന്ന് അറിയാം. അറസ്റ്റ് തടയണമെന്ന ആവശ്യമാണ് പ്രതിഭാഗം അഭിഭാഷകർ ഇന്ന് രാഹുലിന് വേണ്ടി കോടതിയിൽ വാദിച്ചത്. ആ സാഹചര്യത്തിലാണ് ആ കാര്യത്തിൽ, ആ വിഷയത്തിൽ ആദ്യം തീരുമാനമെടുക്കാൻ കോടതി നിലപാട് സ്വീകരിച്ചത്. അങ്ങനെ അതിന്മേലടക്കമുള്ള വാദങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഒപ്പം തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മേൽ ഉണ്ടാകാവുന്ന തീരുമാനം സംബന്ധിച്ച് അത് എപ്പോൾ ഉണ്ടാകുമെന്നൊക്കെ നമുക്കുടൻ അറിയാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു. എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്നും ആർ അനന്തൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, ഇന്നിപ്പോൾ പുതിയ ഡീറ്റെയിൽസ്, രേഖകൾ അത് പ്രോസിക്യൂഷൻ ഹാജരാക്കാൻ വേണ്ടി ആ വാദങ്ങൾ നീണ്ടുപോവുകയായിരുന്നു. അപ്പോഴാണ് അറസ്റ്റിന്റെ കാര്യത്തിൽ രാഹുലിനെ ഒരു അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ അഭിഭാഷകർ ഇടപെട്ടുകൊണ്ട് അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അതിനുശേഷം കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയാണെങ്കിൽ 1 മണിക്ക് വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. എന്തുകൊണ്ടാണ് ഇത്രമേൽ സമയം നീണ്ടുപോകുന്നത്? അനന്തൻ, പ്രതീക്ഷിച്ചപ്പോൾ 1 മണിക്കാണ് കോടതി നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് വൈകുകയാണ്. നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച്, കാരണം ഒരു മണിക്കൂറായിട്ട് തീർച്ചയായും അനന്തൻ മടങ്ങിയെത്താം. വളരെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. എപ്പോഴായിരിക്കാം ഇനി ആ പ്രഖ്യാപനം ഉണ്ടാകുന്നത്? 15 മിനിറ്റിനകം എന്തായാലും വിധി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 2 ഭാഗങ്ങളുടെയും, കാരണം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച തെളിവുകൾ, അതിൽ ഈ ഗർഭഛിദ്രമടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ തെളിവുകൾ തങ്ങളുടെ പക്കൽ ഉണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ സമർപ്പിക്കാൻ കോടതി തന്നെ നിർദ്ദേശം നൽകുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രേഖകൾ ഹാജരാക്കുന്നു. പിന്നീട് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ കേരളത്തിലേക്ക് അടക്കം വയനാട്ടിലടക്കം കടന്നോ എന്ന സംശയത്തെ തുടർന്ന് പോലീസ് വട്ടമിട്ട് പറക്കുന്നുണ്ട് രാഹുലിന് പിന്നാലെ. ഈ സാഹചര്യത്തിലാണ് അറസ്റ്റിലേക്ക് പോകുമെന്ന സൂചനകൾക്കൊക്കെ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് തടയണമെന്ന ആവശ്യം പ്രതിഭാഗം ഉന്നയിക്കുകയായിരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് പോകുന്നു. അനന്തൻ, തുടരാം പറഞ്ഞു വന്ന കാര്യങ്ങൾ. പ്രതീക്ഷ 1 മണിക്കാണ് കോടതി നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം 12 മണിക്ക് കോടതി പിരിയുമ്പോൾ 1 അവറിനുള്ളിൽ ഈ അറസ്റ്റ് തടയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഉത്തരവിടാം. അതിന് അപ്പോൾ തന്നെ ഈ ഓർഡർ എപ്പോൾ വരും എന്നുള്ള കാര്യവും പറയാമെന്നാണ് കോടതി പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 15 മിനിറ്റ് കൂടി, ഇപ്പോൾ കോടതി നടപടി ആരംഭിക്കാൻ 15 മിനിറ്റ് കൂടി എടുക്കും എന്നുള്ളതാണ് കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അപ്പോൾ 2:15 കൂടി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ ഇത്രയും സമയമായ സ്ഥിതിക്ക് ഇനി മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രധാനപ്പെട്ട വിധി വരുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും നേരത്തെ കോടതി പിരിയുമ്പോൾ പറഞ്ഞിരുന്നത് ഒരു കാര്യമാണ്, അതായത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അതിന്റെ ഉത്തരവ് വരുന്നതുവരെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടയണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. അതിലൊരു പ്രത്യേക ഹർജിയും പ്രതിഭാഗം കോടതിയിൽ നൽകിയിരുന്നു. അപ്പോൾ ആ ഹർജിയിലുള്ള തീരുമാനം 1 മണിക്കൂറിനുള്ളിൽ പറയാം. അതിനൊപ്പം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുടെ അന്തിമ ഓർഡർ എപ്പോൾ വരുമെന്നും ആ സമയത്ത് പറയാമെന്നാണ് കോടതി പറഞ്ഞത്. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞു, ആ സമയവും കഴിഞ്ഞ് 1 മണിക്കൂറായി. ഇപ്പോൾ മനസ്സിലാക്കുന്നത് 15 മിനിറ്റ് 2:15 കൂടി ഇത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ്. അങ്ങനെ വരുമ്പോൾ ഇനി ഫുൾ ഓർഡർ ആണോ വരുന്നത് എന്നുള്ള കാര്യവും കൂടി ആകാംക്ഷ ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും ആകാംക്ഷകൾ നിറഞ്ഞ 1 മണിക്കൂറിലൂടെയാണ് ഫുൾ ഓർഡറിലേക്ക് പോകാത്തൊരു സാഹചര്യം ഉരുത്തിരിയുന്നത്. നമുക്കറിയാം, ഇതൊരു ആന്റിസിപ്പേറ്ററി ബെയിലാണ്. മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോൾ പെട്ടെന്നൊരു തീരുമാനം സാധാരണ നിലയിൽ ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ഒരു 2 ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇന്നിപ്പോൾ ഒരു അറസ്റ്റ് സംബന്ധിച്ചൊരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി വൈകിക്കഴിഞ്ഞാൽ 4-5 ദിവസം കൂടി കടന്നു പോകും. ഒരുപക്ഷെ തിങ്കളാഴ്ചയൊക്കെ ആ വിധി വരേണ്ടി വരും. അപ്പോൾ ഇത്രയും ഒരു സമയത്തിന്റെ ഒരു ഈ ഘട്ടം, ആ ഒരു ക്രമം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? പ്രതീക്ഷ, ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഒരു സാധ്യത കോടതി, അത് എത്രത്തോളം പ്രതിയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, പ്രതിക്ക് എത്രത്തോളം ഈ മറ്റ് ഏതെങ്കിലും തുടർ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ, കാരണം ഈ അറസ്റ്റ് എന്ന് പറയുന്ന നടപടി എന്ന് പറയുന്നത് തുടർ കുറ്റകൃത്യങ്ങൾ തടയാനുള്ള നിയമപരമായ ഒരു നടപടിയാണ്. അപ്പോൾ ആ നടപടിക്ക് വിധേയനാകേണ്ടതുണ്ടോ പ്രതി എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടാണ് കണ്ടീഷണബിളായിട്ട് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നത്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യം വരുമ്പോൾ ഇപ്പോൾ ആ കോടതി അതിൻ്റെ ഫുൾ മെറിറ്റിലേക്ക് പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും കോടതി ആരായുന്നു. കോടതിക്ക് മുന്നിലേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തെളിവുകൾ പലതും വരികയാണ്. കോടതിക്ക് മുൻപിൽ നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ച് തെളിവുകൾ, അയാളുടെ വാദം അംഗീകരിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ നൽകിയിരുന്നു. അതിന് എതിരെ പ്രോസിക്യൂഷൻ കുറച്ച് തെളിവുകൾ നൽകി. ഇന്നലെ കോടതി പരിഗണിക്കുമ്പോൾ ആ തെളിവുകൾ പര്യാപ്തമല്ല എന്ന് പ്രോസിക്യൂഷന് ബോധ്യപ്പെട്ടതുകൊണ്ട് കൂടുതൽ തെളിവുകൾ നൽകാനുള്ള സമയം കോടതിയിൽ ആവശ്യപ്പെട്ടു പ്രോസിക്യൂഷൻ. അതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർവാദം ഇന്നത്തേക്ക് കൂടി നീട്ടാൻ കോടതി തീരുമാനിച്ചത്.
അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇന്ന് ഏതാണ്ട് അരമണിക്കൂറോളം ഈ രണ്ട് ഭാഗത്തിന്റെയും വാദം കേട്ടത്. അതിനിടയിൽ പ്രോസിക്യൂഷൻ പുതുതായി നൽകിയ ആ ചാറ്റ് ഡീറ്റെയിൽസ് കൂടി പരിശോധിച്ചു. അതിനുശേഷമാണ് കോടതി പിരിയാൻ തീരുമാനിച്ചത്. അപ്പോഴാണ് കോടതിയിൽ പ്രതിഭാഗം പറയുന്നത്, ഇന്നലെ നോട്ട് ടു അറസ്റ്റിൽ കോടതി ഒന്നും പറഞ്ഞില്ല, പക്ഷേ ഇന്ന് ഒരു ഹർജിയായി ഞങ്ങൾ ഈ നോട്ട് ടു അറസ്റ്റ് അവതരിപ്പിക്കുകയാണ്, അത് പരിഗണിക്കണം എന്ന്. അങ്ങനെ ഒരു ആശങ്കയിലേക്ക്, ആശയക്കുഴപ്പത്തിലേക്കൊക്കെ അല്ലെങ്കിൽ ആശങ്കയിലേക്ക് ഈ പ്രതിഭാഗം എത്താനുള്ള കാര്യം എന്തുകൊണ്ടാണ്? കാരണം നമുക്കറിയാം, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ ഒളിവ് ജീവിതം, ഒളിയിടം ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. പിന്നീട് കേരളത്തിലേക്ക്, വയനാട് മറ്റോ അങ്ങനെ ആ കേരള അതിർത്തിയിലേക്ക് വരുന്നു എന്ന സംശയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നാലെ പോലീസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ SIT സംഘം, പ്രത്യേക അന്വേഷണ സംഘം എന്ന് മനസ്സിലാക്കാനുള്ള കാര്യം എന്തായിരുന്നു? ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഒരു പ്രശ്നം പ്രതി നേരിടുന്നത് കേരള പോലീസിന് പ്രതിയുടെ പിന്നാലെ ഉണ്ട് എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് കൃത്യമായ വിവരം, അതായത് നമുക്കറിയാം, പോലീസ് പാലക്കാട് പോയി അന്വേഷണം നടത്തി, അതിനുശേഷം കോയമ്പത്തൂരും പൊള്ളാച്ചിയിലും പോയി, അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചിരുന്ന ഒരു സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. ബംഗളൂരു എന്ന് പറയുന്ന തമിഴ്നാട് കർണാടക ബോർഡറിലുള്ള ഒരു സ്ഥലമാണ്. ആ വാർത്ത പുറത്തു വന്നതോടുകൂടി പ്രതിഭാഗം വലിയ ആശങ്കയിലായി. കാരണം തൊട്ടു പിന്നാലെ പോലീസ് ഉണ്ട് എന്നുള്ളൊരു വീണ്ടും വിചാരം അവർക്കുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പ്രോസിക്യൂഷൻ ഒരു കാര്യം മനസ്സിലായത്. അതായത് എപ്പോൾ വേണമെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുകളിൽ പോലീസിന്റെ പിടി വീഴാം. അപ്പോൾ മുൻകൂർ ജാമ്യത്തിൽ കൂടുതൽ സമയമെടുക്കുകയാണെങ്കിൽ, തീരുമാനത്തിന് കൂടുതൽ സമയമെടുക്കുകയാണെങ്കിൽ ആ അറസ്റ്റ് ഒഴിവാക്കണം. അതിനുവേണ്ടിയാണ് ഇന്നലെ കോടതിയിൽ ഈ പ്രതിഭാഗം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് തടയണമെന്നുള്ളത്. അത് പ്രോസിക്യൂഷൻ അപ്പോൾ തന്നെ എതിർത്തു. പക്ഷേ കോടതി രണ്ട് വാദങ്ങളും ഇന്നലെ പരിഗണിച്ചില്ല. അതായത് നോട്ട് ടു അറസ്റ്റ് പറഞ്ഞില്ല. അപ്പോൾ അന്നേരമാണ് ഇന്ന് രാവിലെ തുടർവാദം കേൾക്കുമ്പോൾ പ്രതിഭാഗം ഒരു ഹർജിയായി തന്നെ നോട്ട് ടു അറസ്റ്റ് അവതരിപ്പിച്ചത്. അതായത് പ്രതിയുടെ അറസ്റ്റ് തടയണം എന്നുള്ളത്. ആ ഹർജി പരിഗണിച്ചു കോടതി. അതിൽ ഉത്തരവാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു 10 മിനിറ്റ് കൂടി കഴിയുമ്പോഴേക്കും ഇത് സംബന്ധിച്ചൊരു തീരുമാനമുണ്ടാകും. ചില കറക്ഷൻസ് ഉണ്ട് കോടതിയിൽ എന്നുള്ളതാണ്. ഇന്നലെ പോലെ അടച്ചിട്ട കോടതിയിലായിരുന്നു വാദം കോടതി കേട്ടത്. ഏതായാലും എല്ലാ തെളിവുകളും ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ അറിയാം, ഇതിനകത്ത് കുറേ ശബ്ദരേഖയും ചാറ്റുകളും പുറത്തു വന്നതാണ്. അതിൻ്റെ കൂടാതെയുള്ള കൂടുതൽ തെളിവുകൾ കോടതിയുടെ പരിഗണനയിലേക്ക് വന്നു. അത് കോടതി ആ ഡിജിറ്റൽ തെളിവുകൾ കൂടി പരിശോധിച്ചു. അതിൻ്റെ ഒരു ട്രയലിന് സമാനമായ ആർഗ്യുമെന്റ്സ് ആണ് ഈ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇഴകീറി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് കോടതിയിൽ നിന്ന് അല്പസമയത്തിനകം ഉണ്ടാകാൻ പോകുന്നത്. പ്രജീഷ്.